Rate of change of a vector. ഒരു ജനറൽ വെക്റ്റർ ജി കൺസിഡർ ചെയ്യാം. സോ ചേഞ്ച് ഇൻ ടൈം അതിനെ ഡി ടി എന്ന് വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ സോ ദ ചേഞ്ച് ഇൻ ടൈം ഡി ടി ഓഫ് ദ കമ്പോണൻസ് ഓഫ് എ ജനറൽ വെക്റ്റർ ജി ആസ് സീൻ by an observer in the body system of axis will differ from the corresponding change as seen by an observer in the space system. അപ്പോൾ ബോഡി സിസ്റ്റത്തിൽ ഉള്ള ഒരു ഒബ്സർവർ ജീനെ വാച്ച് ചെയ്യുന്നതും അതേപോലെ തന്നെ ബോഡി സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, റിജിഡ് ബോഡി സെൻറ്റർ ഓഫ് മാസിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനാണ് നമ്മൾ ബോഡി സിസ്റ്റം എന്ന് പറയാം. മറ്റേ പുറത്തുള്ള സിസ്റ്റത്തിന് നമ്മൾ സ്പേസ് സിസ്റ്റം എന്ന് പറയും. അപ്പം ബോഡി സിസ്റ്റത്തിൽ നിന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് ജിയുടെ ചേഞ്ചും അവർ കാണുന്ന ചേഞ്ചും അതേപോലെ തന്നെ സ്പേസ് സിസ്റ്റത്തിൽ ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്കുള്ള ചേഞ്ചും രണ്ടും വ്യത്യാസമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റൊട്ടേഷൻ ഓഫ് ദ വെക്റ്റർ ജി, അതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, രണ്ടൊന്നും കാണുന്ന ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഡി ജി സ്പേസ്, ദാറ്റ് ഈസ് ദ ഡിഫറൻസ്, ചേഞ്ച് ഇൻ ദ വെക്റ്റർ ജി ഫ്രം സ്പേസ് കോർഡിനേറ്റ് ഈക്വൽ ടു ഡി ജി ഓഫ് ബോഡി. ഇവിടെ ബോഡി എന്ന് പറഞ്ഞാൽ ബോഡി സെറ്റ് ഓഫ് ആക്സിസ് പ്ലസ് ഡി ജി ഓഫ് റൊട്ടേഷൻ, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അതിനെ കൊടുക്കുക. ഒരു വെക്റ്റർ, കൺസിഡർ എ വെക്റ്റർ ഫിക്സഡ് ഇൻ ദ റിജിഡ് ബോഡി, ഇറ്റ് റൊട്ടേറ്റ് കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അപ്പോൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ എടുത്ത വെക്റ്റർ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ദെൻ ദ ചേഞ്ച് ഇൻ ദ വെക്റ്റർ ഒബ്സർവ്ഡ് ഇൻ സ്പേസ് സെറ്റ്. സോ ദാറ്റ് വിൽ ബി, അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ആ കൗണ്ടർ ക്ലോക്ക് വൈസിൻ്റെ ഒരു സെറ്റ് ഓഫ് ഇക്വേഷൻസ് കഴിഞ്ഞ അതിൽ പറഞ്ഞ പോലെ തന്നെ ദാറ്റ് ഇക്വേഷൻ ഡി ആർ പ്രൈം ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ക്രോസ് ആർ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താണ്, ഡി ജി റൊട്ടേഷനാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ഒമേഗ ക്രോസ് നമ്മളെടുത്ത വെക്ടർ ജി ആണ്. അപ്പോൾ ഡി ഒമേഗ ക്രോസ് ഇക്വേഷൻ നമ്പർ 2 ആയിട്ട് കൊടുക്കുക. അപ്പോൾ വി ക്യാൻ റൈറ്റ് ദെൻ ദിസ് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് വരും ഡി ജി സ്പേസ് ഈക്വൽ ടു ഡി ജി ബോഡി പ്ലസ് ഡി ഒമേഗ ക്രോസ് ജി എന്ന് വരും. ദെൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെക്ടർ എന്താണ്, ഡി ജി ബൈ ഡി ടി. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിനനുസരിച്ചിട്ടുള്ള ആ വേരിയേഷൻ അല്ലേ. അപ്പോൾ ഡി ജി ബൈ ഡി ടി ഓഫ് സ്പേസ്, അതായത് സ്പേസ് കോർഡിനേറ്റ് എന്നുള്ള റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ജി ഇൻ ദ ബോഡി ആക്സിസ് പ്ലസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒമേഗ ക്രോസ് ജി ആണ്. ഇവിടെ ദാറ്റ് ഈസ് ഡി ജി ബൈ ഡി ടി സ്പേസ് ഈസ് ഈക്വൽ ടു ഡി ജി ബൈ ഡി ടി പ്ലസ് ഒമേഗ ക്രോസ് ജി. അപ്പോൾ ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലർ വെലോസിറ്റി ആണ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ബൈ ഒമേഗ ഡി ടി ഈക്വൽ ടു ഡി ഒമേഗ. ഇൻസ്റ്റൻറ്റേനിയസ് ആംഗുലർ വെലോസിറ്റി ഇൻ എ ഷോർട്ട് ടൈം എന്ന് പറയുന്നതാണ് ക്യാപിറ്റൽ ഡി ഒമേഗ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ കമ്പോണൻറ്റ് ഓഫ് ജി അലോങ് ദ ith സ്പേസ് ആക്സിസ് ഈസ് റിലേറ്റഡ് ടു ദ കമ്പോണൻറ്റ്സ് അലോങ് ദ ബോഡി ആക്സിസ്. റിലേറ്റ് ചെയ്തിരിക്കുന്നത് ജി ഐ ഈസ് ഈക്വൽ ടു എ ഐ ജെ ബാർ ഇൻറ്റു ജി ജെ ബാർ ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ജെ ഐ ഇൻറ്റു ജി ജെ പ്രൈം. ഓക്കെ, സോ ആസ് ബോഡി മൂവ്സ് എന്തുണ്ടാവും, ബോഡി മൂവുമ്പോൾ ജി ജെ പ്രൈം ചേഞ്ച് ആവുന്നുണ്ട്. ഇവിടെ പ്രൈം എന്നിട്ടിട്ട് നമ്മൾ കാണിച്ചിരിക്കുന്നത് ബോഡി സെറ്റ് ഓഫ് ആക്സിസും മറ്റേത് സ്പേസ് സെറ്റ് ഓഫ് ആക്സിസും ആണ്. സോ ജി ജെ പ്രൈം ചേഞ്ച്, ദാറ്റ് ഈസ് ഡി ജെ ഐ ഈസ് ഈക്വൽ ടു എ ജെ ഐ ഇൻറ്റു ഡി ജെ പ്രൈം പ്ലസ് ഡി ജെ ഐ ഇൻറ്റു ജി ജെ പ്രൈം. So without the loss of generality, to take the space and body axis as instantaneously coincident at a time t. ഒരു ടൈം ടിയിൽ രണ്ടും കോയിൻസിഡൻറ്റ് ചെയ്താൽ, അതായത് സ്പേസ് സെറ്റും ബോഡി സെറ്റും കോയിൻസിഡൻറ്റ് ചെയ്താൽ എന്തുണ്ടാവും, കമ്പോണൻസ് ഇൻ ദ ടു സിസ്റ്റം വിൽ ദെൻ ബി ദ സെയിം ഇൻസ്റ്റൻറ്റേനിയസ്ലി ബട്ട് ഡിഫറൻഷ്യൽസ് വിൽ നോട്ട് ബി ദ സെയിം. അപ്പോൾ ജി ജെ പ്രൈം ഈക്വൽ ടു ജി ജെ ആയിരിക്കും ആ കോയിൻസൈഡ് ചെയ്യുന്ന സമയത്ത്. പക്ഷേ ഡിഫറൻഷ്യൽ എന്തായിരിക്കും, ഒരു ഫാക്ടർ എ ജെ ഐ എന്ന് പറയുന്നൊരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ എ ജെ ഐ ഇൻറ്റു ഡി ജെ പ്രൈം ഈക്വൽ ടു ഡി ജെ ഐ എന്ന് വരും. സോ വി ക്യാൻ റൈറ്റ് ഡി എ ജെ ഐ ഈക്വൽ ടു എപ്സിലോൺ ബാർ ഐ ജെ. സോ ആൻറ്റിസിമെട്രിക് പ്രോപ്പർട്ടി വെച്ചിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എപ്സിലോൺ ഐ ജെ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് എപ്സിലോൺ ഐ ജെ ഈക്വൽ ടു ഇങ്ങനെ ലെവിസിവിറ്റ സിംബിൾസ് നമുക്ക് അങ്ങനെ എഴുതായിരുന്നു, മൈനസ് എപ്സിലോൺ ഐ ജെ കെ ഇൻറ്റു ഡി ഒമേഗ കെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ നെഗറ്റീവ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇൻഡെക്സുകൾ ഇൻ്റർചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് എപ്സിലോൺ ഐ കെ ജെ ഇൻറ്റു ഡി ഒമേഗ കെ എന്ന് എഴുതാം. സോ നമ്മുടെ ഇക്വേഷൻ
4 എങ്ങനെ എഴുതാം? ഡി ജെ ഐ ഈസ് ഈക്വൽ ടു ഡി ജെ ഐ പ്രൈം പ്ലസ് എപ്സിലോൺ ഐ കെ ജെ ഡി ഒമേഗ കെ ജി ജെ. അപ്പോൾ ഇതൊരു ക്രോസ് പ്രൊഡക്റ്റിൻ്റെ ടേമാണ്. അപ്പോൾ ക്രോസ് പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ഡി ഒമേഗ ആൻഡ് ജി. അപ്പോൾ ഡി ജെ ഐ ഈസ് ഈക്വൽ ടു ഡി ജെ ഐ പ്രൈം പ്ലസ് ഡി ഒമേഗ ക്രോസ് ജെ എന്ന് എഴുതാം. സോ ഫ്രം ഇക്വേഷൻ, അതായത് ഇക്വേഷൻ 3നെ ഈ ഒരു ഇക്വേഷൻ നമുക്ക് ഓപ്പറേറ്റർ ഫോമിൽ എഴുതാം. ഡി ബൈ ഡി ടി അറ്റ് എസ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ആർ പ്ലസ് ഒമേഗ എക്സ് എന്ന് എഴുതാൻ പറ്റും ഓപ്പറേറ്റർ ഫോമിൽ. ഓക്കെ, സോ ദ ഓപ്പറേറ്റർ ഇക്വേഷൻ ആക്ടിങ് ഓൺ സം ഗിവൻ വെക്ടർ ഈസ് ഗിവൻ ബൈ ദിസ് ഇക്വേഷൻ. ഇവിടെ എസ്സും ആറും എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടൈം ഡെറിവേറ്റീവ് ആർ ടു ബി ദോസ് ഒബ്സേർവ്ഡ് ഇൻ ദ സ്പേസ് ആൻഡ് ബോഡി. അതായത് ഇവിടെ ഇത് ബോഡി സെറ്റിൻ്റെയും ഈ ആർ എന്ന് പറഞ്ഞാൽ ബോഡി സെറ്റ് അഥവാ റൊട്ടേറ്റിംഗ് എന്നാണ് കാണിക്കുന്നത്. മറ്റേത് സ്പേസ് സെറ്റിൻ്റെയാണ് സഫിക്സുകൾ കാണിക്കുന്നത്.